ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. ഇത് ഈ വർഷം ഞാൻ എൻ്റെ വീട്ടിലാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലക്കാരിയായ ഞാൻ യാത്രാക്ലേശത്തെക്കുറിച്ച് ഓർത്തിട്ടും പിന്നെ റോഡ് പണിയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അറിയാവുന്നുള്ളത് കൊണ്ടും കഴിഞ്ഞ കൊല്ലം പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നല്ല വെയിൽ കൊണ്ട് ആ ഒരു ക്ഷീണമൊക്കെ 2 ദിവസം ഉണ്ടായിരുന്നുണ്ട്. ഇത്തവണ അതുമാത്രമല്ല, എനിക്ക് ജലദോഷമൊക്കെ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു വന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പൊങ്കാല ഇടാമെന്ന് തീരുമാനിച്ച് ചെയ്തതാണ്. ഇപ്പോൾ പതിവ് തെറ്റാതെ ഞാൻ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. അതിനുള്ള ഭാഗ്യം എനിക്ക് ആറ്റുകാലമ്മ തരുന്നുണ്ട്. ഓരോ തവണ ഞാൻ പൊങ്കാല ഇടുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അടുത്ത കൊല്ലം എനിക്ക് ഇടാൻ കഴിയണേന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിലില്ലായിരുന്നു. ഞാനിങ്ങനെ വിസിറ്റിന് ഖത്തറിലിങ്ങനെ പോയിക്കായിരുന്നു. അപ്പോൾ പോയിട്ട് അവിടെ നിന്നപ്പോഴും March 3 ഡേറ്റ് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നാട്ടിൽ വന്നിരുന്നെങ്കിൽ പൊങ്കാല ഇടണമല്ലോ എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹം തോന്നി. എന്തോ ദൈവം സഹായിച്ച് എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. പൊങ്കാല ഇടാൻ തീരുമാനിച്ച സ്ഥലമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വൃത്തിയാക്കി കല്ലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാണകമൊക്കെ അമ്മ കൊണ്ടുവന്നു. അപ്പോൾ ചാണകമൊക്കെ മൊഴുകിയിട്ടുന്നത് അമ്മയാണ്. പിന്നെ എനിക്കുണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത്, നമ്മൾ പടുക്ക വയ്ക്കത്തില്ലേ ഗണപതിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വിളക്കെല്ലാം തേച്ച് വൃത്തിയായിട്ട് വെച്ചിരുന്നു. പിന്നെ വീട്ടിൽ ഞാനും മോനും മാത്രമായതുകൊണ്ട് നമ്മൾ പൊങ്കാല അതായത് അരി ഇട്ട് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് ആരും കൊണ്ട് തരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇഡ്ഡലി, സാമ്പാറും ചോറും തോരനും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പൊങ്കാല ഇടാനായിട്ട് ഇറങ്ങി നിന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അകത്ത് കയറിയിട്ടില്ല. എല്ലാം എടുത്ത് പുറത്ത് കൊണ്ട് സിറ്റൗട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. അവിടെ നിന്നാണ് പിന്നെ പൊങ്കാല കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ TV-യിൽ ആറ്റുകാൽ ഭഗവതി ടെമ്പിളിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ലൈവായിട്ട് ഉണ്ടായിരുന്നു പൊങ്കാലയുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പം ഞാനത് ഓളിയത്തിലിട്ടിട്ട് അവിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കേൾക്കാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എത്ര മണിക്ക് പൊങ്കാല അടുപ്പിൽ തീ കത്തും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് അങ്ങനെയാണ് തീ കൊളുത്തിയത്. തീ കൊളുത്തിയതിന് ശേഷം ഞാനിങ്ങനെ ഒരു കണക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനിടയ്ക്ക് പോയിട്ട് അരി കഴുകുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പുറത്ത് തന്നെ പൈപ്പെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിക്കൊണ്ട് വന്ന് TV-യിൽ പറയുന്നതനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ അരിയൊക്കെ അടുപ്പിൽ നിവേദിച്ചത്. വീടിന് മുറ്റത്തായിരുന്നു ഞാൻ പൊങ്കാല അർപ്പിച്ചത്. അപ്പോൾ വലിയ വെയിൽ അന്നേരം ഉണ്ടായിരുന്നില്ല. പൊങ്കാലയൊക്കെ ഇട്ട് തുടങ്ങിയപ്പം വെയിലില്ലായിരുന്നു. പക്ഷേ അവസാനം ഞാൻ അതായത് പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നിവേദിച്ചത് 2:15 അപ്പോൾ അതുവരെ അതിന് ശേഷം അതായത് ഒരു മണിക്ക് ശേഷമൊക്കെ നല്ല വെയിൽ വന്നായിരുന്നു. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്ത പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് വലിയ വെയിലുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഇട്ടതുകൊണ്ട് ഒരുപാട് നേരം നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ സാധാരണ ഈ പുറത്തൊക്കെ റോഡിലൊക്കെ നിന്ന് ഇടുമ്പോഴത്തേനും നമ്മൾക്ക് ഉറക്കെന്നിങ്ങനെ നാമം ചൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാനിങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ദേവിയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മേ നാരായണ, ദേവി നാരായണ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നിന്ന് സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥസാധികേ അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം മുമ്പൊക്കെ ഇട്ടതിനേക്കാളും ഒരു വ്യത്യാസം തോന്നിയത്, ഞാൻ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ മന്ത്രം പറഞ്ഞാണ് നിന്നത്. നമ്മൾ എല്ലാവരും ഒപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾ അത് ചെയ്യണം, അടുത്തത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോക്കൊക്കെ ഇടയ്ക്ക് കയറി വരുമല്ലോ. പക്ഷേ ഈ വീട്ടിൽ നിന്നപ്പോഴത്തേനും വേറെ ആരും സംസാരിക്കാനുമില്ല. അപ്പം ഞാനിങ്ങനെ ഫുള്ള് ഭക്തി നിർഭരമായിട്ട് തന്നെയാണ് പൊങ്കാല ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ തിളച്ച് അതിങ്ങനെ പൊങ്ങി കളയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മുടെ പ്രാർത്ഥനയങ്ങ് ആറ്റുകാൽ അമ്മയുടെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു
മൊമെൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പൊങ്കാല അർപ്പിക്കുന്ന അതിനേക്കാളും കൂടുതൽ അല്ലേ എല്ലാവർക്കും തോന്നുന്നൊരു ഫീലായിരിക്കും. ഇങ്ങനെ ആരെയും ഇങ്ങനെ തിളച്ചിങ്ങനെ അതിൻ്റെ ഇങ്ങനെ പുറത്തോട്ട് വരുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നതാണ് ഈ പൊങ്കാല ഇടുന്നവരുടെ പ്രാർത്ഥന ദേവിയുടെ മുന്നിലെത്തി എന്നുള്ള നമ്മുടെ ഒരു ആത്മാവിനൊരു സമാധാനമല്ലേ, സന്തോഷം, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ എന്തോ ഒരു സാഫല്യം കിട്ടുന്ന ഒരു നിമിഷം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയമാണ്. ഇങ്ങനെ വരുമ്പോഴത്തേനും തന്നെ ഞാനിങ്ങനെ ദേവിയെ ഇങ്ങനെ നമ്മൾ പോയി കാണുന്നതല്ലേ, അപ്പം നമ്മൾ മനസ്സിൽ ആ ദേവീനെ ഇങ്ങനെ ഉറപ്പിച്ചിരുത്തിയിട്ട് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. അപ്പം പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇങ്ങനെ തിളയ്ക്കുന്ന നമ്മുടെ നമ്മളെ മനസ്സിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഇങ്ങനെ തിളച്ച് നമ്മളിങ്ങനെ തൂവി ദേവിയോടെയുള്ള നമ്മുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ദേവിയുടെ അടുത്തുള്ള നമ്മുടെ ഒരു ആരാധന, ഇതെല്ലാം ഇങ്ങനെ തൂവി ഇങ്ങനെ വന്നിങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു വല്ലാത്തൊരു ഫീലാണ് ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് അല്ലേ, സ്ത്രീകൾക്ക് കിട്ടുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പുറത്തു പോയാണ് പൊങ്കാല ഇടുന്നതെങ്കിലും, ഇപ്പം നമ്മൾ വീട്ടിലാണ് ഇടുന്നതെങ്കിലും, ഇപ്പം നമ്മൾ പുറത്ത് പോയി ഇടുമ്പോഴത്തേക്ക് എന്തുമാത്രം നമ്മൾ പൊങ്കാലയായിരിക്കും ഇടുന്നത്, പക്ഷേ നമുക്ക് ഫുഡ് ആയിട്ടും നമുക്ക് വെള്ളമായിട്ടും നമുക്ക് നമുക്കിപ്പോൾ പൊങ്കാല ഇടാൻ ആവശ്യമായ വെള്ളത്തിനായാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാനായിട്ട് അതിൻ്റെ ഒരു പുറകിലെന്ന് പറയുന്നത് പുരുഷന്മാരാണ്. അത് പറയാതെ വയ്യ, കാരണം അവരുടെ ആ ഒരു എഫേർട്ടാണ് നമ്മളുടെ പൊങ്കാലയെ അങ്ങ് പൂർണ്ണമാക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, നമ്മൾ കല്ല് പിടിക്കുന്നു, നമ്മൾ പൊങ്കാല ഇടുന്നു, നമ്മളതും കൊണ്ട് ഇപ്പം തന്നെ വീടുകളിൽ നിന്നല്ലേ, ഇപ്പം അച്ഛനായാലും ഇപ്പം ഹസ്ബൻഡാണെങ്കിലും പിന്നെ സഹോദരന്മാരാണെങ്കിലും ഇപ്പം എല്ലാവരും ഇങ്ങനെ വൈഫിനെ ആയാലും അമ്മയായാലും അനിയത്തിയായാലും ചേച്ചിയായാലും ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ. അപ്പം അവരുടെ ഒരു സപ്പോർട്ട്, അവർ നമ്മളെ അങ്ങേയറ്റം താങ്ങി നിർത്തുന്ന ഒരു ദിവസവും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ അമ്മയുടെ അടുത്ത് അവർ കാണിക്കുന്ന ഒരു ഭക്തി അതിലൂടെ ആയിരിക്കും. ഒരു അടുപ്പ് മാത്രമായതുകൊണ്ട് വലിയ പുകയൊന്നും എനിക്കങ്ങനെ അനുഭവപ്പെട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ അല്ലാതെ പോയി നിൽക്കുമ്പോഴത്തേക്കും ചുറ്റിനുമുള്ള പുക, പിന്നെ നമ്മുടെ പുറകെ നിൽക്കുന്നവർ, മുൻപേ നിൽക്കുന്ന മൊത്തത്തിലൊരു പുകമയമാണ് അല്ലേ. എനിക്ക് അങ്ങനെ ഒരു അടുപ്പ് മാത്രമായതുകൊണ്ട് വലിയ അങ്ങനെ പുകയായിട്ട് അനുഭവപ്പെട്ടില്ല. എന്നാൽ കൂടിയും നമ്മളൊരു പൊങ്കാല ഇടുന്നതിൻ്റെ വിറകടുപ്പിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്നേരം ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും നമുക്കൊന്നുമായിട്ട് തോന്നത്തില്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ വീട്ടിൽ മോനുണ്ടായിരുന്നു. അപ്പോൾ മോനാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്താണ് നിന്നത്. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. രാവിലെ കുളിച്ചൊക്കെ അവനും ഡ്രസ്സൊക്കെ ചെയ്ത് അവനും വന്ന് അവിടെ പുറത്തൊക്കെ ഇരുന്ന് അവനാണ് വീഡിയോ എല്ലാം എടുത്തുന്നത്. അപ്പോൾ പൊങ്കാല അടുപ്പിൽ അരി നിവേദിച്ചതിന് ശേഷം മോനാണ് എനിക്ക് കാപ്പി, അത് തിളച്ച് പൊങ്ങിയതിന് ശേഷം മോനാണ് അടുക്കളയിൽ നിന്ന് കാപ്പി വരെ എടുത്തുകൊണ്ട് വന്നു. ഇഡ്ഡലി സാമ്പാറൊക്കെ ഒരു പാത്രത്തിൽ അതൊരു ഇലയൊക്കെ വെച്ചിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് കഴിക്കാനൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ടാങ്ക് പൊടി ഇരുന്നതൊക്കെ കലക്കി കൊണ്ട് കപ്പിലൊക്കെ ഒഴിച്ച് തന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അത് എൻ്റെ ഒരു ചെറിയ മോനിൽ നിന്ന് പോലും അവർ സപ്പോർട്ട് ഇട്ടുണ്ടെങ്കിൽ അവനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ദേവി തരുന്ന അനുഗ്രഹമാണ്. ഇത്തവണ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിട്ടത് കൊണ്ട് ഞാൻ ഒരു പൊങ്കാല മാത്രം, അതായത് വേറെ മണ്ടപ്പുറ്റോ ഇലയോ അതൊന്ന് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള ഒരു അങ്ങനെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് ഒരു സംശയമുള്ളത് കാരണം ഞാൻ അതൊന്നും ചെയ്യാനായിട്ട് പോയില്ല. കഴിഞ്ഞ പോലെ അമ്മയുടെ കൂടെ നിന്നിട്ടാണ് ഇട്ടത്. നമ്മൾ മുട്ടത്തറ ഒരു സ്ഥലത്താണ് ഒരു വീട്ടിലാണ് പോയിട്ടത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അമ്മയൊക്കെ അടുത്തുള്ളത് കൊണ്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ നമ്മളൊരു ഗ്രൂപ്പ് ആൾക്കാരായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം
അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒരു കാർമ്മികത്വം പോലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഇങ്ങനെ കൂളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ വീട്ടിൽ വെച്ച് ചെയ്തപ്പം എനിക്ക് അത്രയും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുപോലെ അമ്മയുടെ വീട്ടിലിട്ടത്, അമ്മയും ഇത്തവണ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അമ്മയുടെ വീട്ടിലിരുന്നതുകൊണ്ട് അമ്മ പറഞ്ഞായിരുന്നു വായനയിലെയും മണ്ടപ്പുറ്റുമെല്ലാം അമ്മ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പൊങ്കാല മാത്രമാണ് ഇടാമെന്ന് വെച്ചത്. പിന്നെ വീട്ടിലിട്ടത് കൊണ്ട് എനിക്ക് തോന്നിയ മറ്റൊരു ഇതെന്ന് പറയുന്നത്, നമ്മൾ പൊങ്കാല ഇങ്ങനെ അരിയൊക്കെ തൂവി വരുന്നതിന് ശേഷം നമ്മൾ സാധാരണ പുറത്താണെങ്കിൽ എന്താ ചെയ്യുക, അടുത്ത ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്യൂവിലൊക്കെ പോയി നിൽക്കുമല്ലേ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ സ്ത്രീകളെല്ലാം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മിക്കവാറുള്ളവരൊക്കെ അത്യാവശ്യം നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് അവർക്കെല്ലാവർക്കും. അപ്പം നമ്മളിങ്ങനെ ക്യൂവിലൊക്കെ പോയി നിന്ന് വെയിലൊക്കെ കൊണ്ട് ആയിരിക്കും നമ്മൾ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നത്. ഇത് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നു, മോനെടുത്ത് തന്നു, ഞാനവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ വെയിൽ അതിന് വേണ്ടിയിട്ട് കൊള്ളേണ്ടി വന്നില്ല, അതിന് വേണ്ടിയിട്ട് നടക്കേണ്ടിയും വന്നില്ല. ആ സമയം കൂടി ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ട് തോന്നിയത്, എൻ്റെ വീട്ടിൽ എൻ്റെ ടോബി ഉണ്ടല്ലോ, എൻ്റെ പെറ്റ്, അവനാണെങ്കിൽ കൂടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഒരു ബഹളവും വയ്ക്കാതെ, അല്ലെങ്കിൽ അപ്പം ഭയങ്കര എന്തെങ്കിലും കാക്കയെ കണ്ടാലോ എന്തെങ്കിലും കണ്ടാലോ കിടന്ന് കുരയ്ക്കുന്ന അങ്ങനത്തെ ബഹളമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അവൻ ഇങ്ങനെ കൂട്ടിൻ്റെ അകത്ത് നിന്ന് ഒരേപോലെ ഇങ്ങനെ പൊങ്കാലയുടെ അടുത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. അതുപോലെ ഞാൻ ടി വിയിൽ നമ്മൾ ഭക്തിയുടെ ഇതൊക്കെയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, അവനും വളരെ സൈലൻ്റായിട്ട് ഇത് തന്നെ ശ്രദ്ധിച്ചു. ഏകദേശം ഒരു 11:30-12 മണിയായപ്പോഴത്തേനും എൻ്റെ പൊങ്കാലയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു, ശർക്കര അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അരിയിലേക്ക് ഇട്ടിട്ട്, തിളച്ച അരിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി, പിന്നെ അതിലെന്തോ നെയ്യ് കൂടി ഒഴിച്ചിരുന്നു. അപ്പം ഒരു 12 മണിക്കകത്ത് എൻ്റെ പൊങ്കാലയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊങ്കാലയെന്ന് ഇലയൊക്കെ വെച്ച് മൂടിയൊക്കെ വെച്ചിട്ട് വിളക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു. വിളക്ക് അണയാതെ തന്നെ നോക്കി, തുടക്കത്തിൽ കത്തിച്ചല്ലേ, അപ്പോൾ അണയാതെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ വെറുതെ പിന്നെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സീറ്റോട്ടിൽ ഇരിക്കുമ്പം ടി വി കാണാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ടിട്ട് എല്ലാ സ്ത്രീകളുമൊക്കെ ഇങ്ങനെ നടക്കുന്നതും ഫുഡിനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ക്യൂ നിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടി വി കൂടെ കണ്ടുകൊണ്ട് ഇരുന്നു. അതേസമയം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ നിൽക്കുന്ന നമ്മുടെ മലയാളികൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. യുദ്ധ ഭീഷണിയിലൊക്കെ അല്ലേ നമ്മുടെ റിലേറ്റീവ്സൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒന്നും വരുത്തരുതേ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങൾ നാട്ടിലെത്തിയത്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാകുമെന്നൊന്നും വിചാരിച്ചില്ല. അവിടെ നിന്നപ്പോൾ ചെറുതായിട്ടൊക്കെ ന്യൂസൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വരാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ വന്നതിന് ശേഷമാണ് അവിടെ യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത വിഷമവും കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ആയിപ്പോയില്ലേ എന്നൊക്കെ ഉള്ളൊരു വിഷമം. അപ്പോൾ അതെല്ലാം പ്രാർത്ഥനയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൊങ്കാലയൊക്കെ ഇട്ട് സമർപ്പിച്ചതിന് ശേഷം അവിടെ പുറത്തിരുന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ടി വിയിൽ നിവേദ്യത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കിണ്ടിയിൽ തെറ്റിയും തുളസിയൊക്കെ വെച്ചിട്ടാണ് വിളക്കിന് മുമ്പ് വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്ത് അതിൽ താളിച്ച് പൊങ്കാലയിൽ ഇങ്ങനെ മന്ത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തളിച്ച് നിവേദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ പൊങ്കാല ഞാൻ ഇങ്ങനെയാണ് ദേവിക്ക് സമർപ്പിച്ചത്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.